രാത്രി 12 മണിക്ക് ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യമെന്താണ്? കാര്യമുണ്ടെന്നേ. 7.5 പൊന്നാനകളെ കാണാൻ തന്നെ. വൈക്കത്തമ്പലത്തിൽ ഇരിക്കേണ്ട 7.5 പൊന്നാനകൾ ഏറ്റുമാനൂരിൻ്റെ അടയാളമായി മാറിയ കഥ നിങ്ങൾക്കറിയാമോ? വേണാട് രാജ്യസ്ഥാപകനായ മാർത്താണ്ഡവർമ്മ തെക്കുംകൂർ രാജവംശം പിടിച്ചടക്കിയതിൻ്റെ പാപപരിഹാരത്തിനായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനയെ സമർപ്പിക്കാൻ നിശ്ചയിച്ചു. അതനുസരിച്ച് വരിക്കപ്ലാവിൽ തീർത്ത 7 ആനകളെയും ഒരു ചെറിയ ആനയെയും നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്ത് അത് യഥാസമയം സമർപ്പിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് രാജാവായ ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവാണ് ആ കടമ നിറവേറ്റുന്നത്. വൈക്കത്തമ്പലത്തിൽ കൊടുത്തയക്കപ്പെട്ട പൊന്നാനകളെ മാർഗമധ്യേ ഏറ്റുമാനൂർ അമ്പലത്തിൽ സൂക്ഷിച്ചു. പിറ്റേന്ന് രാജസേവകന്മാർ എടുക്കാൻ ചെന്നപ്പോൾ ആനപ്പുറത്ത് സർപ്പങ്ങൾ ഇരിക്കുന്നത് കണ്ട് ഭയന്ന് പിന്മാറി. അവ ഏറ്റുമാനൂരപ്പന് ഇഷ്ടപ്പെട്ടെന്നും ആനകൾ അവിടെ ഇരുന്നാൽ മതിയെന്നും രാജാവ് നിശ്ചയിച്ചു. തുടർന്നാണ് 8ാം ഉത്സവം മുതൽ ഭക്തദർശനത്തിനായി പൊന്നാനകളെ ആസ്ഥാന മണ്ഡപത്തിൽ വയ്ക്കുകയും അർദ്ധരാത്രി പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുന്നത്.